digital electronics number system relate ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലെക്ചർ 1-ൽ ഓൾറെഡി നമ്മൾ നമ്പർ സിസ്റ്റം കൺസെപ്റ്റ് ഹൗ ടു കൺവേർട്ട് a number system from one to another, so binary to octal, octal to binary, decimal, hexadecimal. ഈ പറയുന്ന ലെക്ചേഴ്സ് എല്ലാം ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു ലെക്ചർ 1-ൽ. സോ ലെക്ചർ 1 ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം ലെക്ചർ 2-ലേക്ക് വരിക. ലെക്ചർ 2-ൽ നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലിമെന്റ്സ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. സോ കോംപ്ലിമെന്റ് കൺസെപ്റ്റ് മേ ബി നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഫോംസ് ഒക്കെ. സോ വിൽ ഡിസ്കസ് വാട്ട് യു മീൻ ബൈ വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ്. Similarly, there are generally we can call it as R complement. If you take any number system, ഏത് നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും നമുക്ക് കോംപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് why we need complements. Okay, so വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷനിൽ വരുന്നത് ടു സിംപ്ലിഫൈ ദ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ എന്നുള്ളതായിരിക്കും. ഓക്കെ, ദിസ് ഇസ് വൺ പോയിന്റ്. നമ്മൾ കോംപ്ലിമെന്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആണ് സബ്ട്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യാൻ. ഓക്കെ, നമ്മളൊരു ഡിജിറ്റൽ സർക്യൂട്ട്, ഒരു VLSI സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളറൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ നമുക്കറിയാം ഒരു ആഡർ എന്ന് പറയുന്ന മേ ബി ചിപ്പ് ഏരിയയുടെ ഇത്രയും ഏരിയ ചിലപ്പോൾ കവർ ചെയ്യുന്നുണ്ടാവും ഒരു ആഡർ സർക്യൂട്ടിൻ്റെ. ഇതേപോലെ തന്നെ ഒരു സബ്ട്രാക്റ്റർ സർക്യൂട്ടും കൂടെ വേണമെങ്കിൽ അഗെയിൻ വി നീഡ് ടു യൂസ് സം അതർ ഏരിയ. പക്ഷേ ഈ പറയുന്ന സബ്ട്രാക്ഷൻ ഏരിയ നമുക്ക് അവോയ്ഡ് ചെയ്യാം നമ്മൾ ചെറിയ ഒരു കോംപ്ലിമെന്റിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ സിമ്പിൾ ആഡർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബോത്ത് അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ചിപ്പ് ഏരിയ റെഡ്യൂസ് ചെയ്യും. സോ ഇത്രയും ഏരിയയുടെ ആവശ്യം നമുക്കില്ല. ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി കോംപ്ലിമെന്റ്സ് നമ്മൾ ഹാർഡ്വെയർ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു വരാം, ടു റെഡ്യൂസ് ദ ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാലും അതൊരു ആൻസർ ആണ് വൈ വി ഗോ ഫോർ എ കോംപ്ലിമെന്റ്സ്. ഓക്കെ, വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നെഗറ്റീവ് നമ്പേഴ്സിന് മാത്രമാണ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോർമലി നിങ്ങൾ വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ് ഒക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ബേസ് നമ്പർ സിസ്റ്റം ആർ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിൽ there are two types of complement. One is known as a radix complement and another one is a diminished radix complement. Okay, so radix complement is also known as R's complement and diminished complement is known as R minus 1's complement. നമുക്കൊരു കോമൺ എക്സാമ്പിൾ എടുത്താൽ for R is equal to 2, so binary, so there are 2's complement and 1's complement. Okay, similarly if we take base 10, there will be 10's complement and 9's complement. Okay, so there are two complement concept, radix complement and diminished radix complement. So next, how we can find out R minus complement. General ആയിട്ട് നമുക്ക് R minus complements എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ subtract the given number, okay, from the maximum possible number in the given base. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഒരു ജനറൽ റൂൾ എന്നുള്ള രീതിയിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേസ് 10 ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടെങ്കിൽ, ഓക്കെ, ബേസ് 10 ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിൽ എനിക്ക് R minus 1 കോംപ്ലിമെന്റ്സ് കണ്ടുപിടിക്കണം. മീൻസ് 9's കോംപ്ലിമെന്റ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ആ ബേസ് 10-ൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന 9 ആണ്. ഓക്കെ, R minus 1 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 9-ന് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് എന്തായാലും ഒരു എക്സാമ്പിൾ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഇനി ആർസ് കോംപ്ലിമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഇവിടെ R minus 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റൂൾ ആണ് പറഞ്ഞത്. ഇനി ആർസ് കോംപ്ലിമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി R minus 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ R minus 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ +1 ചെയ്യാം. ഓക്കെ, ഇതാണ് ആർസ് കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റൂൾ. ഓക്കെ, അപ്പോൾ രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സോ ജനറൽ ആയിട്ട് നമുക്കപ്പോൾ വരുന്ന കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള, സോ ആർസ് കോംപ്ലിമെന്റ്, ആർ ആണ് ബേസിങ്കിൽ ആർസ് കോംപ്ലിമെന്റ്സ് കൊണ്ട് R minus 1's കോംപ്ലിമെന്റ് ഉണ്ടാവും. ബൈനറി ആണ്, സോ ബേസ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ 1's കോംപ്ലിമെന്റ് ഉണ്ടാവും, 2's കോംപ്ലിമെന്റ് ഉണ്ടാവും. ഓക്ടൽ ബേസ് 8 ആണെങ്കിൽ 7's കോംപ്ലിമെന്റ് ഉണ്ടാവും, 8's കോംപ്ലിമെന്റ്. ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്, ബേസ് 10 ആണ്.
സോ 9's കോംപ്ലിമെന്റും 10's കോംപ്ലിമെന്റ്, അതായത് r മൈനസ് 1's കോംപ്ലിമെന്റും ഉണ്ട്, r's കോംപ്ലിമെന്റും ഉണ്ട്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 15's കോംപ്ലിമെന്റും ഉണ്ട്, 16. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എക്സാമിന് ഏത് വേണമെങ്കിലും കോംപ്ലിമെന്റ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ r is equal to 5 ആണ്. സോ ബേസ് 5 സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് 4's കോംപ്ലിമെന്റും 5's കോംപ്ലിമെന്റും എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് നോൺ ആസ് r മൈനസ് 1's കോംപ്ലിമെന്റ്, ദിസ് ഇസ് r's കോംപ്ലിമെന്റ്. ഓക്കെ, നമുക്കിനി കോംപ്ലിമെന്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ബൈനറി സിസ്റ്റത്തിൽ തുടങ്ങാം. r is equal to 2 വെച്ച് തുടങ്ങാം. എനിവേ ജനറൽ റൂൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പറഞ്ഞു r മൈനസ് 1's കോംപ്ലിമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, r's കോംപ്ലിമെന്റ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. 1's കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി നമ്പർ. ഓക്കെ, ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിന് 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ബൈനറി നമ്പർ ആണ്, ബേസ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന r മൈനസ് 1's കോംപ്ലിമെന്റ് ആണ്. ബേസ് 6 ആണ്, ഇവിടെ ചോദിച്ചിരിക്കുന്ന r മൈനസ് 1's കോംപ്ലിമെന്റ്. r മൈനസ് 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റൂൾ എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ നമ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ അറിയാം ഇതെല്ലാം എൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ബേസ് 1ൽ 0യും 1ഉം ആണ് യൂസ് ചെയ്യുന്നത്, അതിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത് 1 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എങ്ങനെയാണ്, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഓക്കെ 1011 എന്ന് ഈ പറയുന്ന നമ്പർ എല്ലാ മാക്സിമം വാല്യൂന്ന് സബ്ട്രാക്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. സോ എല്ലാ പൊസിഷനിലും മാക്സിമം വാല്യൂ എഴുതാൻ സബ്ട്രാക്ട് ചെയ്യും. സോ 1ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തു, 0 കിട്ടി, 101, 1 minus 1 0, 1 minus 1 0, 1 minus 0 1 കിട്ടി. Okay, so finally we'll get 0 1 0 0 1 0. So this is 1's complement and of the given number. Okay, നമ്മുടെ പറഞ്ഞ റൂൾ കറക്റ്റ് ആണ്. പക്ഷെ നമുക്കറിയാം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന 1's കോംപ്ലിമെന്റ് ഇതിലും ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ്സിനെ എല്ലാം കോംപ്ലിമെന്റ് ചെയ്താൽ മതി. സോ അതൊരു ജനറൽ റൂളാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വാണ്ടിറ്റീനെ 0നെ 1നെ 0 ആക്കുക, 0നെ 1 ആക്കുക, 0 0 1 0. ഈ രീതിയിൽ നമുക്ക് ബൈനറിയുടെ കേസിൽ വളരെ ഈസി ആയിട്ട് അതിന്റെ r മൈനസ് 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ജനറൽ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ ഒരു ഈസി മെത്തേഡ് നമുക്ക് 1's കോംപ്ലിമെന്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 1's എല്ലാം 0s ആയിട്ട് ചേഞ്ച് ചെയ്യുക, 0s എല്ലാം 1s ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്. നമുക്ക് ഇനി ചോദിച്ചിരിക്കുന്നത് 2's കോംപ്ലിമെന്റ് ആണ്. സോ 2's കോംപ്ലിമെന്റിൽ നമുക്കറിയാം തന്നിരിക്കുന്ന നമ്പർ, ഈ പറയുന്ന നമ്പറിന്റെ 10100. ഓക്കെ, ഈ പറയുന്ന നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം നമ്മൾ r മൈനസ് 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതായത് 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് അറിയാം ബൈനറിയുടെ കേസിൽ. സോ ഇതിന്റെ എല്ലാം കോംപ്ലിമെന്റ് എടുക്കാം. സോ ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ 1's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതെല്ലാം കോംപ്ലിമെന്റ് ചെയ്തു, 0 കോംപ്ലിമെന്റ് ചെയ്തു, 0 കോംപ്ലിമെന്റ് ചെയ്തു, 1 കോംപ്ലിമെന്റ് ചെയ്തു, 0 കോംപ്ലിമെന്റ് ചെയ്തു, 1. സോ 1's കോംപ്ലിമെന്റ് നമുക്ക് കിട്ടി നമ്പർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് r's കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, 2's കോംപ്ലിമെന്റ്, അതിന്റെ കൂടെ +1 ആഡ് ചെയ്യും. സോ അതാണ് റൂൾ, ആഡിങ് 1. സോ വിൽ ഗെറ്റ് 1 + 1 0, മെയിൻ ഉണ്ട് 1 + 1 0, 0 + 1 1 1 0. സോ ഇതാണ് 2's കോംപ്ലിമെന്റ്. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഫസ്റ്റ് 1's കോംപ്ലിമെന്റ് എടുക്കുക, +1 ചെയ്യാം. ഇനി ബൈനറിയുടെ കേസിൽ ഇവിടെയും നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു ഗിവൺ നമ്പർ 10100 എന്ന് പറയുന്ന നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈസി വേ ഉണ്ട്. അപ്പോൾ ഇത് അറിയില്ലാത്തവർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പറിന്റെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ LSB സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് 1 വരുന്ന പോലെ അതേപോലെ എഴുതുക, 0001. So write or keep the digits as it is up to the first one. Okay, ഇവിടെ വരെ അതേപോലെ തന്നെ എഴുതി, അത് കഴിഞ്ഞിട്ട് ഉള്ള നമ്പേഴ്സ് കോംപ്ലിമെന്റ് ചെയ്യുക. സോ ഇവിടെ 0 ആണ്, 1 ആണ്, ഇത് 0 ആണ്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന 2's കോംപ്ലിമെന്റ്. നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ഈ പറയുന്ന ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഞാൻ 1-2 എക്സാമ്പിൾ കൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ 101 എന്ന് പറയുന്ന നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. If you want to calculate 2's complement, directly you can write ഫസ്റ്റ് 1 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് LSB തുടങ്ങും. LSB തുടങ്ങുമ്പോൾ തന്നെ 1 ആണ്. സോ ആ 1 അതേപോലെ തന്നെ കീപ്പ് ചെയ്യും, ബാക്കിയുള്ളത് കോംപ്ലിമെന്റ് ചെയ്യും. സോ 1 0. ഇതായിരിക്കും അതിന്റെ 2's കോംപ്ലിമെന്റ്. ഇപ്പോൾ വേറെ നമ്പർ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം, 1010. അപ്പോൾ നമ്മൾ LSB തുടങ്ങും, ഫസ്റ്റ് 1 വരുന്ന അതേപോലെ എഴുതും. ഓക്കെ, ബാക്കിയുള്ളത് കോംപ്ലിമെന്റ് ചെയ്യും.
ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, 1 1 1. ഓക്കെ, ഈ കേസിൽ ഫസ്റ്റ് ഡിജിറ്റ് LSB തന്നെ 1 ആണ്. സോ അത് എഴുതി ബാക്കിയുള്ള ഡിജിറ്റ്സ് കോംപ്ലിമെന്റ്. ഇതായിരിക്കും ഇതിന്റെ ട്യൂസ് കോംപ്ലിമെന്റ്. ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്യൂസ് കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒബ്ജക്റ്റീവ് എക്സാമിനൊക്കെ വളരെ ഈസി ആയിരിക്കും. നമ്മൾ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക +1 ആഡ് ചെയ്യുക ഒന്നും വേണ്ട. ഡയറക്റ്റ്ലി നമുക്ക് ഈ റിസൾട്ടിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ മെത്തേഡ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസ് 8 ആയിട്ടുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ റൂൾ സെയിം തന്നെയാണ്, R-. ഇപ്പോൾ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് 7th കോംപ്ലിമെന്റ് ഓഫ് എൻ ഒക്ടൽ നമ്പർ. ബേസ് 8 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് 7th കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ R-1 ആണ്. സോ മാക്സിമം പോസിബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാക്സിമം പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 777 നിന്ന് ഈ വാല്യൂ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം 7 - 3 ചെയ്യുമ്പോൾ 4 കിട്ടും. ഇവിടെ 3 കിട്ടി, ഇവിടെ 2 കിട്ടി. സോ 2 3 4 8 എന്ന് പറയുന്നതാണ് 7th കോംപ്ലിമെന്റ്. അതുപോലെ ഏത് നമ്പറിനെയും കോംപ്ലിമെന്റ്സ് ചോദിക്കാം. അപ്പോൾ ബേസ് ഏതാന്ന് നോക്കുക. ബേസ് R-1 ആണോ കോംപ്ലിമെന്റ് ചോദിച്ചിരിക്കുന്നത്, 6 ആണോ ചോദിക്കും. അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എഗെയിൻ ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. പക്ഷേ 8th കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ആദ്യം 7th കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. 7th കോംപ്ലിമെന്റ് +1. ഓക്കെ, ആണ് റൂൾ. 7th കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, +1 ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട റൂൾ. ഫസ്റ്റ് നമ്മൾ 7 നിന്ന് എല്ലാ പൊസിഷനിലും 7 കൊടുക്കുക, സബ്ട്രാക്ട് ചെയ്യുക. സോ 7 - 0 7 കിട്ടി. ഇവിടെ 7 - 7 0 കിട്ടി. ഇവിടെ 3, ഇവിടെ 5. അപ്പോൾ കിട്ടിയിരിക്കുന്ന 1st കോംപ്ലിമെന്റ് അല്ല, നമുക്ക് 7th കോംപ്ലിമെന്റ് ആണ്. 7th കോംപ്ലിമെന്റ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8th കോംപ്ലിമെന്റ് ആണ്. സോ +1 ചെയ്യും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒക്ടലിലാണ് നമ്മൾ എഴുതുന്നത്. സോ 7 + 1 നമുക്കറിയാം 8 ആണെന്ന്. പക്ഷെ ഒക്ടലിൽ 8 എന്നില്ല. 7 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 0 ആണ്. 0 1 2 3 4 5 6 7 ഒക്ടലാണ്. 8 ഇല്ല. 8ന് പകരം നമുക്കുള്ളത് 1 0 ആണ്. അത് കഴിഞ്ഞ് 1 1 1 2 1 3 1 4 1 5 1 6 1 7 അത് കഴിഞ്ഞാൽ 2 0 ആണ്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചോളാം. അപ്പോൾ അത് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഒക്ടൽ നമ്പർ ആണ്, ഒക്ടൽ നമ്പേഴ്സ് ആണ് ബേസ്. 7 + 1 8. അപ്പോൾ ഓപ്ഷനിൽ മിക്കവാറും 5 3 1 8 എന്നോ അല്ലെങ്കിൽ 0 8 എന്നൊക്കെ ആൻസർ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എഴുതരുത്. ഇതല്ല ആൻസർ. ഒക്ടൽ ബേസ് സിസ്റ്റം ആണ്. സോ 7 + 1 എന്ന് പറയുന്നത് 1 0 ആണ്. 0 ഉണ്ട്, റിമൈൻഡർ ഉണ്ട് 1. 0 + 1. ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന വേറൊരു ബേസിലേക്ക് പോകുമ്പോൾ. ഇനി നമുക്ക് 9th ഇത് ബേസ് 10 ആയി ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് 10 ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് R-1 കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ റൂൾ യൂസ് ചെയ്യേണ്ടത് ഇത് മനസ്സിലായി. സോ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് 999 ആണ്, അല്ലെങ്കിൽ 9 ആണ്. ഓരോ പൊസിഷനും 9 ആണ് മാക്സിമം വരാവുന്നത്. സോ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ വിൽ ഗെറ്റ് 4 3 2. ഓക്കെ, സോ ഇത് 9th കോംപ്ലിമെന്റ്. ഇനി നമുക്ക് ഇതിന്റെ തന്നെ 10th കോംപ്ലിമെന്റിന്റെ ക്വസ്റ്റൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. 10th കോംപ്ലിമെന്റിൽ ചോദിക്കുന്നത് ബേസ് ഇവിടെ 10 തന്നെയാണ് എന്ന് പറയുമ്പോൾ R കോംപ്ലിമെന്റ് ആണ്. സോ ഫസ്റ്റ് R-1 കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, +1 ചെയ്യുക. സോ 9th കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, +1 ചെയ്യുക. ഇതാണ് റൂൾ. സോ 9th കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ സോ ദിസ് ഇസ് 9th കോംപ്ലിമെന്റ്. നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. സോ വിൽ ഗെറ്റ് 4629 +1 ചെയ്യാം. ഇവിടെ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. സോ 9 + 1 10 ആണ് നമുക്കറിയാം. സോ അതേപോലെ തന്നെ എഴുതിയാൽ മതി. 4630. നമുക്ക് നെക്സ്റ്റ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് പോകാം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് = 16 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 15th കോംപ്ലിമെന്റ് ആണ്. മീൻസ് R-1 കോംപ്ലിമെന്റിന്റെ റൂൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. സോ 15 എന്ന് പറഞ്ഞാൽ F ആണ്. സോ F ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. 15 കറസ്പോണ്ട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും 15 സബ്ട്രാക്ട് ചെയ്യും. 15 നിന്ന് നമ്മുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യും. സോ 15 - 9 6, 15 - 8 7, 15 - 7 8 2. അപ്പോൾ ഇവിടെയും നോക്കേണ്ട കാര്യമുണ്ട്. ഇവിടെയും നമ്മുടെ 8 എന്ന് പറയുന്നത് നമുക്കറിയാം. സോ 9 0 0 1. ഓക്കെ,
1010 എന്ന് പറയുന്നത് നമ്മൾ 10 ആണ്, ബട്ട് എ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 1011 എന്ന് പറയുന്നത് ബി, 1100 എന്ന് പറയുന്നത് സി, അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 10, 11, 12 ഇങ്ങനെയാണ് പോവുക. ഇനിയിപ്പോൾ 13 ആണെങ്കിൽ ഡി ആണ് 1101. ഓക്കെ, അപ്പോൾ നോക്കണം ഇവിടെ 15 മൈനസ് 9 6, ഇത് കുഴപ്പമില്ല. 15 മൈനസ് 8 7 ആണ്. 15 മൈനസ് 7 8 ഉണ്ട്. 15 മൈനസ് 2 13 ആണ്. അപ്പോൾ 13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതാണ് ഡി. അതുകൊണ്ട് നമ്മൾ ഡി എഴുതിയത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് 16th കോംപ്ലിമെന്റ് ആണ്. സോ ആർസ് കോംപ്ലിമെന്റ് ആണ്, ബേസ് 16 ആണ്, ആർ ഈക്വൽ ടു 16 ആണ്. അപ്പോൾ ഫസ്റ്റ് ആർ മൈനസ് 1 കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, പ്ലസ് 1 ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെ എല്ലാം നമ്മൾ 15 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്നത് 15 മൈനസ് 9 6 ഉണ്ട്. 15 മൈനസ് ഇതെല്ലാം 15 ആയിട്ട് കൺസിഡർ ചെയ്യുക. എഫ് എന്ന് പറയുന്നത് എല്ലാം 15 ആണ്. സോ 15 മൈനസ് 7 8 കിട്ടി. ഇവിടെ 15 മൈനസ് 2 13 ആണ്. സോ 13ന്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 1101 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് ഡി ആണ്. ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ 15 മൈനസ് 5 ചെയ്യുമ്പോൾ കിട്ടുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ 10 1010 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എ ആണ്. സോ ദാറ്റ്സ് എ. ഇനി ഇവിടെ 6 + 1 7. ഓക്കെ, സോ ദിസ് ഇസ് 16th കോംപ്ലിമെന്റ്. ഇതേപോലെ ഏത് നമ്പർ സിസ്റ്റം വേണമെങ്കിലും ചോദിക്കാം, പക്ഷെ നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ പോകുന്നത് ഈ +1 ചെയ്യുമ്പോഴായിരിക്കും മിസ്റ്റേക്സ് വരുത്താൻ പോകുന്നത്. +1 ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഡെസിമൽ പോലെ ചെയ്യും. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ നമ്പറിലേക്ക് ബേസ് ഏതാണെന്നുള്ളത് നമ്മളൊന്ന് കെയർ എടുക്കണം. ആ ബേസ് വെച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേസ് ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ആ കേസിൽ 4 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ആയിരിക്കില്ല കിട്ടുക, 10 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ അത് ആലോചിച്ചോളാം, അത് വരച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് കോംപ്ലിമെന്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഹൗ ടു സോൾവ്. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്നോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. റൈറ്റ് +5 ഇൻ ഓൾ നമ്പർ റെപ്രസെന്റേഷൻ. ഓൾ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ്. നമ്മൾ സൈൻഡ് നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെ ഈ +5 എന്ന് പറയുന്ന നമ്പർ അൺസൈൻഡ് ഫോർമാറ്റിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, സൈൻഡ് ഫോർമാറ്റിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, കോംപ്ലിമെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ടൂസ് കോംപ്ലിമെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ. നോർമലി ഒരു നമുക്ക് വൺസ് കോംപ്ലിമെന്റിലേക്ക് വല്ലതും ചെയ്ത് നോക്കാം. സോ +5 എന്ന് പറയുന്നത് 0 1 0 1 എന്നാണ് അല്ലേ. അതിന് വൺസ് കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ 1 0 1 1 ആണ്. ഓക്കെ, ഇത് വൺസ് കോംപ്ലിമെന്റ് നമ്മളിങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫസ്റ്റ് ഡിജിറ്റ് അതേപോലെ എഴുതി, ഓക്കെ, ബാക്കിയുള്ളതെല്ലാം കോംപ്ലിമെന്റ് ചെയ്ത് എഴുതും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ നോർമലി വാല്യൂസ് എഴുതുക. സോറി, വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 0 ആണ് വരെ. ഇത് ടൂസ് കോംപ്ലിമെന്റ് ഇങ്ങനെയായിരിക്കും നോർമലി നമ്മൾ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു നല്ലൊരു പെർസെന്റേജ് സ്റ്റുഡൻസും നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ പോകുന്ന രീതിയാണ്. പക്ഷെ ഇതല്ല ഇതിന്റെ ആൻസർ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ +5 ആണ്. +5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് നമ്പർ ആണ്. പോസിറ്റീവ് നമ്പേഴ്സിന് പ്രത്യേകിച്ച് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനോ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനോ ഇല്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ്. ഞാൻ ആൻസർ എഴുതാം ഈ പറയുന്ന ഓരോ കേസിന്റെയും. ഫസ്റ്റ് കേസിൽ നമുക്കറിയാം അൺസൈൻഡ് ആണ്. നോർമലി നമ്മൾ സൈൻഡ് നമ്പേഴ്സ് പറഞ്ഞാൽ നമ്മൾ ആ ഡിജിറ്റ് ആദ്യമേ എഴുതും. സോ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 101 ആണ്. ഇനി അതൊരു സൈൻഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് MSB, ഓക്കെ, MSB ആയിട്ട് യൂസ് ചെയ്യും. ഇത് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇത് സൈനിന് വേണ്ടി യൂസ് ചെയ്യും, ഒരു ബിറ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ 0 വെച്ചിട്ടായിരിക്കും ആ MSB പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുക. നെഗറ്റീവ് നമ്പർ ആണ് നമ്മൾ MSB റെപ്രസെന്റ് 1 ആണ്. ഇത് അൺസൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ അതിന് നോക്കേണ്ട ആവശ്യമില്ല. സൈൻഡ് ഫോർമാറ്റ് ആണെങ്കിൽ നമ്മുടെ മാഗ്നിറ്റ്യൂഡിന് വേണ്ടി 101 യൂസ് ചെയ്തു. ഈ പറയുന്ന ബിറ്റ് സൈനിന് വേണ്ടി യൂസ് ചെയ്തു. ഓക്കെ, ഇവിടെ പോസിറ്റീവ് നമ്പർ ആണ്, സോ 0 കൊടുത്തു. ഇനി നോക്കുക, അതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അല്ലെ. സൈൻഡ് ഫോർമാറ്റിൽ +5 എഴുതിയോ അത് തന്നെയാണ് വൺസ് കോംപ്ലിമെന്റ് ഫോർമാറ്റ്, അത് തന്നെയാണ് ടൂസ് കോംപ്ലിമെന്റ് ഫോർമാറ്റ്. ഇനി നമ്മളൊരു പോയിന്റിലേക്ക് കൺക്ലൂഡ് ചെയ്യണം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു പോസിറ്റീവ് നമ്പേഴ്സ് is written in the same form in all method അല്ലെ.
അതായത് വൺസ് കോംപ്ലിമെന്റിലും ടൂസ് കോംപ്ലിമെന്റിലും എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ ഫോമിൽ തന്നെയാണ് പോസിറ്റീവ് നമ്പർ. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിന് പ്രത്യേകിച്ച് കോംപ്ലിമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് നോർമലി ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നല്ല സ്റ്റുഡൻസും മിസ്റ്റേക്സ് വരുത്തും. പ്രത്യേകം ശ്രദ്ധിക്കുക, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് കോംപ്ലിമെന്റ് ഫോം ഇല്ല, സെയിം ഫോം തന്നെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റ് ഫോമും ഡിഫറെന്റ് അല്ല, എന്താണോ നമ്പർ അത് തന്നെയാണ്. നെഗറ്റീവ് നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലിമെന്റ് ഫോം യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു ടേക്ക് അവേ പോയിന്റ് ആണ്. Please note that if there is a positive number is written in the same form in all forms. Okay, if it is ones complement, two's complement, in sign format, എല്ലാത്തിലും നമുക്ക് സെയിം ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യം നോക്കാം. -5 ഇൻ ഓൾ നമ്പർ റെപ്രസെന്റേഷൻ, സൈൻഡ് ആണെങ്കിൽ അൺസൈൻഡ് ആണെങ്കിൽ കോംപ്ലിമെന്റ് ഫോം എങ്ങനെയൊക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. -5 എന്ന് പറയുന്നത് സൈൻഡ് നമ്പർ ആണ്. അതിന്റെ അൺസൈൻഡ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല. ബട്ട് ഇഫ് നമുക്ക് അങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. ഓക്കെ, 5ന്റെ എന്ന് പറഞ്ഞാൽ 101 ആണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. നെഗറ്റീവ് നമ്പർ ആണ്, അൺസൈൻഡ് ഫോർമാറ്റ് ഇല്ല അതിന്. ഓക്കെ, അതുകൊണ്ടാണ് അത് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി സൈൻഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള +5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെ പോസിറ്റീവ് നമ്പർ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഇതാണ്. MSB പൊസിഷനിൽ നമ്മൾ സൈൻ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ നെഗറ്റീവ് ആണ്, സോ നമ്മൾ അതിന് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് 1 യൂസ് ചെയ്യും. 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, 1 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ. സോ ഇവിടെ 1 101. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ -5ന് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻഡ് ഫോം. ഇനി വൺസ് കോംപ്ലിമെന്റ് ഫോർമാറ്റ്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് ഫോർമാറ്റിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് +5ന്റെ എഴുതും. സോ +5ന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഡിജിറ്റ്സ് എല്ലാം കോംപ്ലിമെന്റ് ചെയ്യും. ഇതാണ് നമ്മൾ -5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. നമ്മൾ നോക്കുക, പ്രീവിയസ് കേസിൽ +5 ആയിരുന്നെങ്കിൽ അതിന് പ്രത്യേകിച്ച് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഇല്ല, സെയിം തന്നെയായിരുന്നു. പക്ഷെ -5ന്റെ കേസിൽ കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടെ ചെയ്യുന്നത് പോസിറ്റീവ് നമ്പർ എഴുതുക, പോസിറ്റീവ് നമ്പർ എഴുതിയിട്ട് കോംപ്ലിമെന്റ് ചെയ്യാം. ഇനി ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ അറിയാം. വൺസ് കോംപ്ലിമെന്റ് എടുക്കുക, +1 എന്നുള്ള രീതിയിൽ ചെയ്യാം അല്ലെ. വൺസ് കോംപ്ലിമെന്റ് എടുത്താൽ +1 എഴുതി നമുക്ക് ഈ പറയുന്ന ആൻസറിലേക്ക് വരും. ഇതാണ് -5ന്റെ ടൂസ് കോംപ്ലിമെന്റ്. അല്ലാതെ തന്നെ നമുക്ക് എഴുതാം. +5ന്റെ വാല്യൂ എഴുതി നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് LSB തുടങ്ങും. LSB തുടങ്ങുമ്പോൾ തന്നെ 1 ആണ്. സോ അതവിടെ എഴുതി ബാക്കിയുള്ളതെല്ലാം കോംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ട്ലി ടൂസ് കോംപ്ലിമെന്റ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പറിന് ടൂസ് കോംപ്ലിമെന്റ് ഫോം എഴുതി. ഓക്കെ, ഇനി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. 4 ബിറ്റ്സ് വെച്ചിട്ട് നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ യൂസ് ചെയ്യാണ്. വൺസ് കോംപ്ലിമെന്റ് ആണ്, ടൂസ് കോംപ്ലിമെന്റ് ആണ്. നമുക്കറിയാം എന്താണ് നമ്മുടെ നോർമൽ ബൈനറി സീക്വൻസ് അല്ലെ. 0 to 15 വരെയുള്ള 16 കോമ്പിനേഷൻസ് ഉണ്ട്. ഈ 16 കോമ്പിനേഷൻസ് വെച്ചിട്ട് ഓക്കെ, ഇവിടെ നിന്നൊക്കെ ഇവിടെ വരെ 16 കോമ്പിനേഷൻസ് ഉണ്ട്. ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം MSB ആയിട്ട് യൂസ് ചെയ്യുന്ന സൈൻ ആണ്. ബാക്കിയുള്ള ഡിജിറ്റ്സ് നമ്മൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 0 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ +0 നമുക്ക് റെപ്രസെന്റേഷൻ ഇല്ല, ബട്ട് സൈൻ മാഗ്നിറ്റ്യൂഡിൽ +0 എന്ന റെപ്രസെന്റേഷൻ ഉണ്ട്. ഇനി നോക്കുക, ഫസ്റ്റ് ഡിജിറ്റ് 0 ആണ്. അപ്പൊ അത് പ്ലസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് 1ന്റെ കോഡാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ നമ്മൾ എഴുതി വരികയാണ്. ഇവിടെ വരുമ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ ഫസ്റ്റ് ഡിജിറ്റ് സൈൻ ആണ്. സോ -0 എന്ന റെപ്രസെന്റേഷൻ സൈൻ മാഗ്നിറ്റ്യൂഡിൽ 0 ആയിരിക്കും. അതായത് 0ക്ക് 2 റെപ്രസെന്റേഷൻ ഉണ്ട്, +0നും -0നും. അടുത്തത് നോക്കുക, ഇത് -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്, ബാക്കിയുള്ള ഡിജിറ്റ് സൈനിന് വേണ്ടിയിട്ട്. നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം, ഇതേപോലെ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് ഫോം എടുക്കാം, ടൂസ് കോംപ്ലിമെന്റ് ഫോം. ഇതൊക്കെ എടുക്കുമ്പോൾ നോക്കുക, ഇവിടെ 0 എന്ന് പറയുന്ന 4 zeros സൈൻ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ +0യുടെ റെപ്രസെന്റേഷൻ ആണ്. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ +0 ആണ്, ടൂസ് കോംപ്ലിമെന്റ് ആണെങ്കിലും +0. അതായത് പോസിറ്റീവ് നമ്പേഴ്സിന് നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഈ പറയുന്ന വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിലും ടൂസ് കോംപ്ലിമെന്റ് ആണെങ്കിലും സൈൻ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും സെയിം ആണ്, അപ് ടു ദിസ് സെയിം. പക്ഷെ നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ആണ്. നോക്കുക, ഇവിടെ 100 എന്ന് പറയുന്നത് സൈൻ മാഗ്നിറ്റ്യൂഡിൽ -0യുടെ റെപ്രസെന്റേഷൻ ആണ്. 100 എന്ന് പറയുന്നത് വൺസ് കോംപ്ലിമെന്റിൽ -7നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, 100 എന്ന് പറയുന്നത് ടൂസ് കോംപ്ലിമെന്റിൽ -8നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതേപോലെ നോക്കുക, ഇവിടെ വരുമ്പോൾ 111 എന്ന് പറയുന്നത് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ -7ന്റെ കോഡാണ്. വൺസ് കോംപ്ലിമെന്റിൽ അത് -0യുടെ കോംപ്ലിമെന്റ് ആണ്.
ടൂസ് കോംപ്ലിമെന്റ് അല്ലാതെ -1ന്റെ കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കേസ് വരുമ്പോൾ ഡിഫറെന്റ് ആണ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാനുണ്ട്. ഈ പറയുന്ന പോർഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് അൺസൈൻഡ് നമ്പർ സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അൺസൈൻഡ് നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഇപ്പോൾ 4 ബിറ്റ് വെച്ചിട്ട് നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് 0 to 0, 1, 2, 3, 4 അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ മാക്സിമം ഇവിടെ 7 ആയി, അടുത്തത് 8, 9 അങ്ങനെ നമ്മൾ പോയി ലാസ്റ്റ് വരുന്നത് 15 ആണ്. അതായത് നമ്മൾ 4 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ജനറലി n ബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് 0 to 2n-1. അപ്പൊ നമ്മൾ 4 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം 0 to 2⁻⁴ അല്ലെ 16 -1 15 വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ജനറൽ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് ബിറ്റ് ചോദിച്ചാലും നമുക്ക് എഴുതാം. ഞാൻ ഇവിടെ പറഞ്ഞത് അൺസൈൻഡ് റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ നോക്കാം. സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാവും നമ്മൾ 4 ബിറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ നമുക്ക് നോക്കാം 0 to 7 വരെ ഉണ്ട്. ദെൻ -0 to -7 എന്ന് പറഞ്ഞാൽ 0ക്ക് 2 റെപ്രസെന്റേഷൻ പോയി. പിന്നെയുള്ള മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് +7 ആണ്. മിനിമം എന്ന് പറയുന്നത് -7 ആണ്. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നോക്കുക, നമ്മുടെ 4 ബിറ്റ് ആണ്. സോ മൈനസ് ഈ പറയുന്ന ഫോർമുല -2n-1 -1. സോ -2⁴ -1 എന്ന് പറയുന്നത് -2³ -1 ആണ്. -8 ആണ് അല്ലെ എന്ന് പറയുന്നത് -7 ആണ്. നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് -7 ആണ്. ഇനി പോസിറ്റീവ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ സെയിം ഇക്വേഷൻ തന്നെയാണ്, പ്ലസ് ആണ്. അപ്പോൾ +7 വരെ നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. +7ഉം -7ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട്. -2n-1 -1. അപ്പോൾ പലപ്പോഴും പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് ഈ n-1 എവിടെയാണ് -1 എവിടെയാണെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അതായത് 2n-1 ആണ്. ഓക്കെ, ആ കിട്ടുന്ന വാല്യൂവിൽ നിന്നാണ് -1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കണം. ഫോർമുല പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. ഇനി ഇപ്പൊ അടുത്തത് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് കേസിൽ നോക്കുക. നമുക്ക് ഇവിടെയും മാക്സിമം പറ്റുന്നത് +7ഉം മിനിമം പറ്റുന്നത് -7ഉം ആണ്. ഓക്കെ, ഇവിടെയും രണ്ട് സ്ഥലത്തും ഇക്വേഷൻസ് സെയിം തന്നെയാണ്. +7ഉം -7 വരെ പറ്റും. ഇനി അറിയേണ്ട ഒരു പോയിന്റും കൂടി ഉണ്ട്. ഈ പറയുന്ന രണ്ട് കേസിലും, അതായത് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിലും വൺസ് കോംപ്ലിമെന്റിലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 0ക്ക് +0 എന്നും -0 എന്ന് പറയുന്ന രണ്ട് റെപ്രസെന്റേഷൻ ആണ്. വൺസ് കോംപ്ലിമെന്റിലും 2 റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 0ക്ക് 2 റെപ്രസെന്റേഷൻ ഉള്ളത് ഏതൊക്കെ നമ്പർ സിസ്റ്റത്തിലാണ്, ഏത് റെപ്രസെന്റേഷൻ? അപ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ 0ക്ക് 2 ഉണ്ട്, വൺസിലും 2 റെപ്രസെന്റേഷൻ ഉണ്ട്, +0 and -0. ഇത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇനി അടുത്ത് നമുക്ക് ടൂസ് കോംപ്ലിമെന്റിലേക്ക് പോകാം. ടൂസ് കോംപ്ലിമെന്റിൽ വരുമ്പോൾ നമ്മുടെ ഫോർമുലയിൽ സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -8ലേക്കാണ് വരുന്നത്. ഓക്കെ, മാക്സിമം വരുന്നത് +7 തന്നെയാണ്. അപ്പോൾ മാക്സിമത്തിന്റെ ഫോർമുല അതേപോലെ തന്നെ വരും. മിനിമത്തിന്റെ കേസിൽ നമ്മൾ 2⁴ അല്ലെ 4 -1 എന്ന് പറയുമ്പോൾ 2³ എന്ന് പറയുന്നത് 8 ആണ്. -8 വരെയാണ് പോയിരിക്കുന്നത്. ഇതും പലപ്പോഴും തെറ്റിപ്പോകുന്ന 2n-1 ആണോ എന്നൊക്കെ എക്സാമിന് പോകുമ്പോൾ ഡൗട്ട് തോന്നും. അങ്ങനെയല്ല, നമുക്ക് ഒരു വാല്യൂ നെഗറ്റീവ് സൈഡിൽ ഒരു വാല്യൂ കൂടുതലായിരിക്കും. ആ രീതിയിൽ വേണമെങ്കിൽ ആലോചിക്കാം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 0ക്ക് ഒറ്റ റെപ്രസെന്റേഷൻ ഉള്ളൂ, +0 റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 0ക്ക് ഒരു റെപ്രസെന്റേഷൻ, ഓൺലി 1 റെപ്രസെന്റേഷൻ ഫോർ 0. അപ്പോൾ അതാണ് ടൂസ് കോംപ്ലിമെന്റിന്റെ കാര്യത്തിൽ ആലോചിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ 0ക്ക് 2 റെപ്രസെന്റേഷൻ ഉണ്ട്. സൈൻ മാഗ്നിറ്റ്യൂഡിലും വൺസ് കോംപ്ലിമെന്റിലും there are 2 representation for 0, but in two's complement there is only one representation for 0. Okay, ഇത്രയും പോയിന്റ്സ് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് അറിഞ്ഞിരിക്കണം. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഒരു പോയിന്റിലേക്ക് വരാം. വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ ഡിവൺ നമ്പർ. ഒരു നമ്പറിനെ ആദ്യം വൺസ് കോംപ്ലിമെന്റ് എടുത്ത് അതിന്റെ വീണ്ടും വൺസ് കോംപ്ലിമെന്റ് എടുത്ത് എന്തായിരിക്കും നമ്പർ? നമുക്ക് ചുമ്മാ നോക്കാം. ഒരു നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്തു. ഓക്കെ, ഇതാണ് നമ്പർ. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് 010. ഇതിന് അഗൈൻ കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 101 ആണ്. ഓക്കെ, അപ്പോൾ ഗിവൺ നമ്പർ നമുക്ക് കിട്ടി. അപ്പോൾ സെയിം നമ്പർ. അപ്പോൾ ഇനി അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും ഈ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ സെയിം ബൈനറി നമ്പർ. ഇനി നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് ഗിവൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ തന്നിരിക്കുന്ന നമ്പർ ഇതാണ്. ഇതിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് 1 അതേപോലെ എഴുതി, ബാക്കിയുള്ളതെല്ലാം കോംപ്ലിമെന്റ് ചെയ്തു. ഫസ്റ്റ് 1 അതേപോലെ എഴുതി,
ബാക്കിയുള്ളത് കോംപ്ലിമെന്റ് ചെയ്തു 0 0 1 0. ഓക്കെ, ഒരു പ്രാവശ്യം ടൂസ് കോംപ്ലിമെന്റ് എടുത്തു. അഗെയിൻ ടൂസ് കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെടുത്തു, ഈ വാല്യൂസ് കോംപ്ലിമെന്റ് ചെയ്തു. സോ എക്സാക്ട്ലി നിങ്ങൾക്ക് കിട്ടുന്നത് ആദ്യത്തെ റിസൾട്ട് തന്നെയായിരിക്കും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇവിടെയും കേസിലും നമ്മൾ 2 ടൈംസ് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് എടുത്ത് നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടുക. അപ്പോൾ വെറുതെ ചെയ്ത് നോക്കി നമ്മൾ ടൈം കളയണ്ട. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഡയറക്റ്റ് ഓപ്ഷൻ ആൻസർ എഴുതി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ വെറുതെ നമ്മൾ ചെയ്ത് നോക്കി നമ്മൾ ടൈം കളയണ്ട. കുറച്ച് സമയം നമ്മൾ ഇതിങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടി പോകും. അപ്പോൾ അത് ആവശ്യമില്ല, ഡയറക്റ്റ്ലി നമുക്ക് ആൻസറിലേക്ക് പോകാം. അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ടൂസ് കോംപ്ലിമെന്റ് മോഡ് വിത്ത് 4 ബൈനറി ഡിജിറ്റ്സ്. അപ്പോൾ നമുക്ക് 4 ബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഫോർമുല ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ്. ടൂസ് കോംപ്ലിമെന്റ് -2^n-1 to 2^n-1 വരെയാണ് പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ആണ് നമ്മുടെ range of numbers, and 4 binary bits ആണ്. Okay, n ന്റെ വാല്യൂ 4, 2^4 - 1 to 2^4 - 1 ആണ്. അപ്പോൾ ഇത് -2 ക്യൂബ് വരും, ഇത് 2 ക്യൂബ് -1, ഇത് -8ഉം ഇത് +7ഉം വരെ വരും. -8 to +7 ആണ്. അല്ലെങ്കിൽ തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ആൻസറിലേക്ക് പോകാം. ഈ പറയുന്ന ഓപ്ഷനിലൊക്കെ നോക്കുക, നമുക്കറിയാം ടൂസ് കോംപ്ലിമെന്റിലെ നെഗറ്റീവ് സൈഡിൽ ഒരു നമ്പർ കൂടുതൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഓപ്ഷനിലൊക്കെ നമുക്ക് ഇത് രണ്ടും സെയിം ആണ്. ഇങ്ങനെയല്ല, ഇവിടെയല്ല, ഇവിടെയല്ല. ഡയറക്റ്റ്ലി നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ ഈ ഓപ്ഷനിൽ പറയാം, നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ട്. നമുക്ക് നെഗറ്റീവ് സൈഡിൽ ഒരു നമ്പർ കൂടുതലായിരിക്കും, ഇവിടെ ഉള്ളതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും ടൂസ് കോംപ്ലിമെന്റിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഐഡിയ വെച്ച് തന്നെ ചെയ്യാം. ഈ ഫോർമുല അറിയില്ലേ പോലും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റീവ് എക്സാമിന് എപ്പോഴും ഓപ്ഷൻ ചെയ്യുന്ന ഒരു ആൻസറിലേക്ക് പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും. അത് എപ്പോഴും മോണിറ്റർ ചെയ്യാം. ഓക്കെ, without using this formula also we can calculate this result. Okay, so next വളരെ important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. then a number in 4 bit. Okay, choose complement representation. അപ്പോൾ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട് x3 x2 x1 x0. ഈ നമ്പർ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. this is ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. this number when stored using 8 bits. so initially number store ചെയ്തിരിക്കുന്നത് only using a 4 bit, maybe x3 x2 x1 x0 എന്നാണ് വാല്യൂ. ഓക്കെ, ഈ പറയുന്ന സാധനം നമ്മളൊരു 8 ബിറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് സ്റ്റോർ ചെയ്യണം. എങ്ങനെ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കാം, എങ്ങനെയായിരിക്കും ഇതിന്റെ ഓപ്ഷൻസ് വരിക എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോർമലി അറിയാം, നമ്മുടെ ഒരു കേസ് ആദ്യത്തെ വാല്യൂസ് എന്തായാലും അത് തന്നെയായിരിക്കും, x3 x2 x1 x0 അല്ലെ. അപ്പോൾ നല്ല ശതമാനം സ്റ്റുഡൻസും ആൻസർ ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ടായിരിക്കും. കാരണം നമ്മൾ ഇനിഷ്യൽ പൊസിഷനിൽ വാല്യൂസ് ഒന്നും ഇല്ല, x = 0 എന്നാണ്. പക്ഷെ ആ ആൻസർ റോങ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് കിട്ടില്ല. കാരണം നമ്മളൊരു ബൈനറി ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് എഴുതുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 0 1 1 ആണെങ്കിൽ, ഓക്കെ, നമുക്കറിയാം ലോവർ ഡിജിറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ടായിരിക്കും. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സൈൻ ആണ്. നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ നമ്മുടെ ആ ടേബിൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ, ഈ പറയുന്ന കേസിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് ഈ പറയുന്ന ലോവർ പോർഷൻ. ഇവിടെ എല്ലാം നോക്കുക, ഇതിന്റെ MSB എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇതെല്ലാം പോസിറ്റീവ് നമ്പർ ആണ്, ഇവിടെ എല്ലാം MSB 0 ആണ്. അത് വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു പോയിന്റ്. ഫസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ ആണ്. ഫസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് MSB 0 ആണെങ്കിൽ ആ പറയുന്ന സാധനം MSB 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിൽ നമുക്കറിയാം x3 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആക്ച്വലി സൈൻ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും നമ്പർ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് x3 എന്ന് പറയുന്ന ആ സൈൻ ബിറ്റ് ആയിരിക്കും നമ്മൾ കോപ്പി ചെയ്ത് ഇങ്ങോട്ടേക്ക് വെക്കുക. സോ 4 ബിറ്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് വരുന്നത്. സോ x3 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 ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ പറയുന്ന ബിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന ഇത്രയും ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും. റിമൈനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും മിസ്റ്റേക്സ് വരുത്താണ്, നമ്മൾ ഓർക്കാത്തൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും ബിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൈൻ ബിറ്റ് ആയിരിക്കണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതേപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒരുപാട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി an 8-bit 2's complement representation of an integer f(x), its decimal equivalent is. Okay, അപ്പോൾ എഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂവിനെ ബൈനറിയിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 111 എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1010 ആണ്. ഇത് രണ്ടും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ട് 8 ബിറ്റ്സ് 2's complement representation ആണ്. അപ്പോൾ 8 ബിറ്റ് 2's complement representation ആണ്. ഫസ്റ്റ് MSB എന്ന് പറയുന്ന ഇവിടെ കാണുന്ന ബിറ്റ് നമ്മൾ സൈൻ ബിറ്റ് ആയിട്ടാണ് നോക്കുക, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആണ്. സോ ഡെഫിനറ്റ്ലി നമുക്കറിയാം, ഇപ്പോഴേ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം, ഈ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. അത് ആദ്യമേ നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് നെഗറ്റീവ് ആണ്. അതറിയാനാണ് നമ്മൾ MSB നോക്കുക. സോ MSB നെഗറ്റീവ് ആണ്. സോ MSB 1 ആണ്. സോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗിവൺ നമ്പർ ഈസ് എ നെഗറ്റീവ് നമ്പർ. ഈ കാര്യം ഓക്കെ ആയി. ഇനി നമ്മൾ ഇതിന്റെ 2's complement representation. സോ 2's complement representation എഴുതാന്ന് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് 1 വരെ എഴുതി ബാക്കിയുള്ളത് കോംപ്ലിമെന്റ് ചെയ്യാം. സോ 1 0 0 0 0 0. ഓക്കെ, സോ ദ ഗിവൺ നമ്പർ ഇസ് 6. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന 6 + 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. നമുക്ക് ആദ്യമേ കൺക്ലൂഡ് ചെയ്തിരുന്നു നമ്പർ നെഗറ്റീവ് ആണ്. അപ്പോൾ ആൻസർ ഇസ് -6. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് വരിക. സോ ഓപ്ഷൻ ഇസ് -6. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Again, a number n is stored in a 4-bit 2's complement representation. ഇവിടെ തന്നിട്ടുണ്ട് ഒരു 4-bit നമ്പർ 2's complement representation A3 A2 A1 A0 എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോപ്പിഡ് ഇൻ ടു 6-bit രജിസ്റ്റർ. ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് 2's complement representation ആണ്. 2's complement representation ഉള്ള ഒരു നമ്പറിനെ നമ്മൾ 6 ബിറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ദാറ്റ്സ് എ ഫസ്റ്റ് ഓപ്പറേഷൻ. രണ്ട് പ്രോബ്ലം നമ്മൾ മുമ്പ് ഇതേപോലെ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ ഫ്യൂ ഓപ്പറേഷൻ, ഓക്കെ, അത് കഴിഞ്ഞ് എന്തൊക്കെയോ ഓപ്പറേഷൻസ് ചെയ്തു. ദ ഫൈനൽ ബിറ്റ് പാറ്റേൺ ഈസ് ലൈക്ക് ദിസ്: A3 A3 A2 A1 A0 and finally there is 1. The value of this pattern in 2's complement representation given in terms of the original number is. So നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തൊരു ഓപ്പറേഷൻ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. I need to choose the correct operation, okay, to get this particular answer. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യലി ഉണ്ടായിരുന്ന A3 A2 A1 A0 എന്ന് പറയുന്ന ഒരു 4-bit വാല്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു 6 ബിറ്റ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ആ പറയുന്ന റൂൾ ഒന്ന് ആലോചിക്കണം. ഇഫ് യു ആർ എക്സ്റ്റെൻഡിങ് ദ ബിറ്റ്സ്, ഓക്കെ, 2 ബിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്തു, A3 A2 A1 A0 അല്ലേ. 2 ബിറ്റ് സോറി 6 ബിറ്റ് രജിസ്റ്ററിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ബിറ്റ് ആയിരിക്കും കോപ്പി ചെയ്യുക. സോ സൈൻ ബിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന MSB ആണ്. MSB കോപ്പി ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ 6 ബിറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വാല്യൂ A3 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 A2 A1 A0 എന്നാവും. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ പറയുന്ന സാധനത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു ബൈനറി വാല്യൂ, ഫോർ എക്സാമ്പിൾ 10 എന്ന് പറയുന്ന ബൈനറി വാല്യൂവിനെ അല്ലെ 110 എന്ന് പറയുന്ന ബൈനറി വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ബൈനറിയിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 0 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 1 1 1. ഓക്കെ, 1 1 0 0. നമുക്കറിയാം ഇത് 6-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്, ഇത് 12-ന് കറസ്പോണ്ടിങ്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനെ എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. നോക്കി, 110 എന്നായിരുന്നു നമ്മുടെ വാല്യൂ. ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു 0 ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് 2's മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. 2's കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വാല്യൂ ഇങ്ങനെ മാറും. A3 A3 A2 A1 A0, ഇനി ഇവിടെ 0. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും 6 ബിറ്റിൽ തന്നെ ആൻസർ എഴുതണം. അപ്പോൾ 1 2 3 4 5 6 അല്ലേ. അപ്പോൾ നോക്കുക, 1 ഇങ്ങോട്ടേക്ക് മാറി. അപ്പോൾ നമുക്ക് ആകെ A3 A3 ഉള്ളൂ, A2 A1 ഇവിടെ ഒരു ബ്ലാങ്ക് പൊസിഷൻ അല്ലെങ്കിൽ 0 വന്നു. ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്താൽ മതി. 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് A3 A3 A2 A1 A0 1. അപ്പോൾ നമ്മുടെ ഗിവൺ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
6 വെച്ച് ചെയ്തിട്ട് ഓപ്പറേഷൻ ഒന്ന് 6 ബിറ്റിലേക്ക് രജിസ്റ്റർ മാറ്റി അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 വെച്ച് +1 ചെയ്തു. സോ ഓപ്ഷൻ ഈസ് ഡി. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, എപ്പോഴെങ്കിലും ലെഫ്റ്റിലേക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഏതെങ്കിലും വാല്യൂസ് എടുത്ത് വെച്ച് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 101 5 ആണ് അല്ലേ. 5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് 10 കിട്ടണം. ഒന്ന് എന്ത് ചെയ്താൽ മതി 1010 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ലാസ്റ്റിൽ ഒരു 0 ആഡ് ചെയ്താൽ മതി. ഇതാണ് 2 കൊണ്ടുള്ള ഡിവിഷൻ. ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണിത്, അതും കൂടെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഓപ്പറേഷൻ ചെയ്യാനാണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. സോ 45 - 45. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 45 in base 10 ആണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ 45 in base 16 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ബേസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ബേസ് 10 ആയിരിക്കും. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എക്സ്പ്രസ് ഇൻ 6 ബിറ്റ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനില് 45 in base 16 എന്ന് പറയുന്നത് നമുക്ക് കൺവേർട്ട് ചെയ്യാം, ബേസ് 10ലേക്ക് മാറ്റാം. അപ്പൊ നമുക്കറിയാം ഇത് മാറുന്നത് 4 × 16⁻1 + 5 × 16⁻0 അല്ലേ. 16⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 69 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് കിട്ടി 45 in base 10 - 69 in base 10. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ -24 ആണ്. അപ്പോൾ നമ്മൾ -24ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആൻസർ എഴുതിയാൽ മതി അല്ലെ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആ കിട്ടുന്ന റിസൾട്ടിന് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ -24ന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഫസ്റ്റ് നമ്മൾ 24ന്റെ ബൈനറി എഴുതാം. സോ 24ന്റെ ബൈനറി റെപ്രസെന്റേഷൻ എഴുതാം. അപ്പൊ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം 1 2 4 8 16 എന്നുള്ള റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നു. അപ്പോൾ 16 + 8 ആണ് 24 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും 1 മതി, ബാക്കി രണ്ടും 0. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ +24 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യം എഴുതിയത് ഇതാണ് അതിൻ്റെ +24ന്റെ ബൈനറി റെപ്രസെന്റേഷൻ. നമുക്ക് വേണ്ടത് -24ന്റെ ആണ്. സോ ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കണം. 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഫസ്റ്റ് +24ന്റെ ബൈനറി വാല്യൂ എഴുതുക, 24ന്റെ ബൈനറി വാല്യൂ എഴുതുക, അതിന്റെ 2's കോംപ്ലിമെന്റ്. 2's കോംപ്ലിമെന്റ് എഴുതാൻ വേണ്ടി നമുക്ക് ആദ്യമുള്ള 1 വരെ അതേപോലെ എഴുതണം. സോ ഇതുവരെ നമ്മൾ എഴുതി, ഇനി ബാക്കിയുള്ള വാല്യൂസ് കോംപ്ലിമെന്റ്. ഇതാണ് -24ന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിട്ട് കിട്ടും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സപ്പോസ് വി വാണ്ട് ടു സബ്ട്രാക്ട് അഗൈൻ, ഇതെല്ലാം ചെയ്യേണ്ടത് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ്. സബ്ട്രാക്ട് 9 from 8 അല്ലെ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി മാത്തമാറ്റിക്കലി ഓപ്പറേഷൻ എഴുതി കഴിഞ്ഞാൽ 8 - 9. ഓക്കെ, 8 - 9 എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 + -10 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, ചെയ്യുമ്പോൾ കിട്ടുന്ന -1 ആണ് ഡെസിമൽ. നമ്മൾ ഇതിന്റെ ബൈനറിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ നമുക്കറിയാം 8 പോസിറ്റീവ് നമ്പർ ആണ്. സോ അത് അതേപോലെ തന്നെ റെപ്രസെന്റ് ചെയ്തു. -9. ഓക്കെ, -9ന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9ന്റെ എഴുതുക. സോ 1001 ആണ്. ബാക്കി നമ്മൾ 8 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇതിന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ഇതിന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് 0 1 1 0 1 1 1 1. സോ അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോറി, ഫസ്റ്റ് 1 അതേപോലെ എഴുതണം. ഫസ്റ്റ് 1 അതേപോലെ എഴുതി ബാക്കിയുള്ള ഡിജിറ്റ്സ് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇനി ഈ രണ്ട് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ വാല്യൂ ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് എല്ലാ വാല്യൂസും 1 1 1 1 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇവിടെ ക്യാരി ഒന്നും ഇല്ല. സോ ക്യാരി എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. ലാസ്റ്റ് 1 1 1 1 1 എല്ലാം കിട്ടി. ഈ കിട്ടുന്നതെന്ന് മനസ്സിലായി. ഫസ്റ്റ് MSB എന്ന് പറയുന്ന 1 ആണ്. സോ MSB = 1 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കിട്ടുന്ന നമ്പർ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. ഈ ഗിവൺ നമ്പറിനെ കോംപ്ലിമെന്റ് എടുക്കാൻ 2's കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കറിയാം ഫസ്റ്റ് 1 വരെ അതേപോലെ എഴുതാം, ബാക്കിയെല്ലാം കോംപ്ലിമെന്റ് ചെയ്യാം. ഇത് 1 എടുത്തു, ബാക്കിയെല്ലാം കോംപ്ലിമെന്റ് ചെയ്യും അല്ലെ. ഇത് 1ന് കറസ്പോണ്ടിങ് ആണ്. ഫസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് നമുക്കറിയാം നെഗറ്റീവ്, സോ -1. ഇങ്ങനെയൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അതായത് ക്യാരി ഒന്നും വന്നിട്ടില്ല, MSB 1 ആണ്. സോ നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഫസ്റ്റ് ഇത് 1 ആണ്. MSB 1 ആണെങ്കിൽ നമുക്ക് അപ്പഴേ കൺക്ലൂഡ് ചെയ്യാം ഇത് നെഗറ്റീവ് നമ്പർ. അപ്പൊ കിട്ടിയിരിക്കുന്ന റിസൾട്ട് ടൂസ് കോംപ്ലിമെന്റ് ഫോമിലാണ്. സോ അഗൈൻ ഒരു ടൂസ് കോംപ്ലിമെന്റ് ഫോം എടുത്താലേ നമുക്ക് ഒറിജിനൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് 8 -3 ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് 8 + -3 ആണ്. സോ ആൻസർ കിട്ടുന്നത് +5 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ നോക്കിയത് ആൻസർ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കാം. ഇവിടെയും 8ന്റെ ബൈനറി എഴുതി, 3യുടെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എഴുതി. 3യുടെ കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ 1 1 ആണ്. 3യുടെ നമ്മൾ 8 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്തത്. സോ ഇങ്ങനെ വരിക അല്ലെ, 3യുടെ എഴുതി. അപ്പൊ ഇനി ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ 1 വരെ അതേപോലെ എഴുതി, ബാക്കിയുള്ളതെല്ലാം കോംപ്ലിമെന്റ് ചെയ്യാം. 0 1 1 1 1. സോ ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം 1 0 1 1 + 1 0 1 + 1 0 1 + 1 0 1 + 1 0 1 + 1 0 ഒരു ക്യാരി വേണം. ഓക്കെ, ഇവിടെയൊക്കെ ഓരോ ക്യാരി വരുന്നുണ്ട്. ഫൈനലി ആ ക്യാരി ഇവിടെ 8 ബിറ്റ് കഴിഞ്ഞിട്ടും പോയി. ഈ കേസിൽ നോക്കുക MSB 0 ആണ്. ഓക്കെ, MSB 0 ആണ്. സോ നമ്പർ പോസിറ്റീവ് ആണ്. അപ്പോൾ നോർമൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ക്യാരീനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള റിസൾട്ടിൽ MSB നോക്കുക. MSB 0 ആണ്, റിസൾട്ട് പോസിറ്റീവ് ആണ്. സോ ഈ നമ്പർ 5ന് കറസ്പോണ്ടിങ്, അപ്പോൾ +5 ആയിരിക്കും ആൻസർ. നേരത്തെ കേസിൽ ഇവിടെ 1 ആയിരുന്നു. സോ ആൻസർ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ ടൂസ് കോംപ്ലിമെന്റ് ഫോമിലാണ്. പോസിറ്റീവ് നമ്പേഴ്സിന്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ നമ്പർ ഡയറക്റ്റ്ലി ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ക്യാരി വന്നു, നമ്പർ പോസിറ്റീവ് ആണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. പറഞ്ഞ കേസിൽ 2 numbers represented in signed two's complement form are P. ഓക്കെ, രണ്ട് നമ്പർ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. ഒന്ന് P തന്നിട്ടുണ്ട്, വേറൊന്നും Q എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. രണ്ടും ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ്. If Q is subtracted from P, the value obtained in two's complement form. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. നോക്കുക, ഈ ഫസ്റ്റ് P എന്ന് പറയുന്ന നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതൊരു നെഗറ്റീവ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ ഈ പറയുന്ന നമ്പർ നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ നെഗറ്റീവ് നമ്പറാന്ന് മനസ്സിലായി. ഫസ്റ്റ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ഫസ്റ്റ് 1 അതേപോലെ എഴുതി 1 0 0 1 0 0 0. ഇതിൽ നിന്ന് മനസ്സിലായി ഇത് 1 2 8 16 അല്ലേ, 1 2 4 8 16. അപ്പോൾ 16 പ്ലസ് 2 18 പ്ലസ് 1, അപ്പോൾ 19 ആണ് ഈ നമ്പർ. അപ്പോൾ P എന്ന് പറയുന്നത് 19 ആണ്. പക്ഷെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് നമുക്ക് പറയാം -19 ആണ്. ഇനി അടുത്ത് നമുക്ക് Q എന്ന് പറയുന്ന വാല്യൂ നോക്കാം. Q അഗെയിൻ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്. സോ നമുക്ക് അറിയാം അത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. Q എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എഴുതാം. അപ്പോൾ 0 1 വരെ അതേപോലെ എഴുതി, ബാക്കിയുള്ളത് കോംപ്ലിമെന്റ് ചെയ്തു 1 1 0 0 0. ഓക്കെ, ഈ കേസിൽ നമുക്കറിയാം ഇത് 1 2 4 8 16 അല്ലേ. 16 പ്ലസ് 8 24 പ്ലസ് 2 26, അപ്പോൾ -26 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് Q is subtracted from P ആണ്. അപ്പോൾ P മൈനസ് Q ആണ് ചെയ്യുന്നത്. പിയുടെ വാല്യൂ -19 ആണ്, മൈനസ് Q ചെയ്യാം. Q എന്ന് പറയുന്നത് -26. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -19 പ്ലസ് 26 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഫൈനലി കിട്ടേണ്ടത് +7 എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ മനസ്സിലായി. ഇതൊരു പോസിറ്റീവ് നമ്പറാണ് ആൻസർ. ഈ തന്നിരിക്കുന്ന എല്ലാ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അതായിരിക്കില്ല ആൻസർ. ഓപ്ഷൻ ബി ആണ് 7. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പലരും ഇത് ചെയ്യുന്നത് വെച്ചാൽ രണ്ടും ടൂസ് കോംപ്ലിമെന്റ് ഫോമിലാണല്ലോ എന്ന് വിചാരിച്ച് രണ്ടും എടുത്ത് വെച്ച് ആഡ് ചെയ്ത് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം നിങ്ങളുടെ കൺസെപ്റ്റ് മനസ്സിലാക്കുക.
രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, വീണ്ടും ക്യൂ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു നമ്പർ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവും അല്ലെ. ഈ പറയുന്ന കൺസെപ്റ്റ് നോക്കുക, അല്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ വേറെ ആയിരിക്കും. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് നോക്കുക. ക്യൂ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം പി എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് എഴുതി കഴിയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. സോ ഒരെണ്ണം നെഗറ്റീവ് ആണ്, സോ മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പോൾ നമ്മൾ ഒരെണ്ണം ആക്ച്വലി പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, കൺസെപ്റ്റ് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് റെപ്രസെന്റ് -73.75 in 12-bit 2's complement form. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ കാരണം വെച്ചാൽ നമുക്ക് 2 ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് അറിയാം, കുഴപ്പമൊന്നുമില്ല. 73യുടെ ബൈനറി എഴുതുക. ടോട്ടൽ 12 ബിറ്റ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. 8 ബിറ്റ്സ് 4 ബിറ്റ്സ് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. 75നെയും ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെക്ചറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇനി ആ വാല്യൂ എഴുതി ഇവിടെ വരുന്നത് അതല്ല. ഇതിന്റെ 2's complement form റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം, ഇതിന്റെ 1's complement എടുക്കുക, +1 ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ എവിടെ 1 ആഡ് ചെയ്യും? എക്സ്ട്രീം റൈറ്റിൽ 1 ആഡ് ചെയ്യോ അതോ ഇവിടെ 1 ആഡ് ചെയ്യോ? ഇതാണ് നോർമലി കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അല്ലെ. ഒരു നമ്പർ കിട്ടി, 73 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും. അതുപോലെ 0.75നെ നമ്മൾ 2 വെച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 1.5 കിട്ടി. 0.5നെ നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ 1 കിട്ടി. ഇപ്പോൾ 1 1. ഓക്കെ, അതിവിടെ വന്നിട്ടുണ്ട്. സോ 4 ബിറ്റ്സിലെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 0 കൊടുത്തു. അതുപോലെ 73 നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ കിട്ടിയ സാധനത്തിന്റെ നമുക്കറിയാം 1's complement എടുക്കുക എന്ന് പറഞ്ഞാൽ 1 0 1 1 0 1 1 0 0 0 1 1. ഇനി +1 ചെയ്യണം. ആ +1 എവിടെയാണ് ചെയ്യുക? എക്സ്ട്രീം റൈറ്റിലാണോ ചെയ്യുക, ഈ ഫ്രാക്ഷന്റെ മുമ്പിലാണോ ചെയ്യുക എന്നുള്ള ഡൗട്ട് വരും. അപ്പൊ അതിന്റെ ആൻസറും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് 1's complement ഫോം എഴുതി. ഓക്കെ, ഇതിന്റെ 1's complement ഫോം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ +1 ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പോയിന്റിലാണ് +1 ചെയ്യേണ്ടത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. എവിടെയാണ് 2's complement എഴുതേണ്ടതെന്ന് വെച്ചാൽ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇനി അങ്ങനെയല്ല, നമ്മൾ 1's complement ഫോമിൽ നിന്ന് ഡയറക്റ്റ് ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആലോചിക്കുക. ഓക്കെ, ഫസ്റ്റ് 1 വരുന്ന പോലെ അതേപോലെ എഴുതാം. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക. 1 0 0. ഓക്കെ, 0 1 1 0 1 1 0. ഡയറക്റ്റ്ലി വേണമെങ്കിൽ നമുക്ക് 2's complement ഫോം എഴുതാം. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഫ്രാക്ഷൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ളത്. ഇവിടെയല്ല 1 കൊണ്ട് ആഡ് ചെയ്യേണ്ടത്, ഇവിടെയല്ല ആഡ് ചെയ്യേണ്ടത്, എക്സ്ട്രീം റൈറ്റിൽ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ വിൽ ഹാവ് സെയിം വാല്യൂ ഇൻ ബോത്ത് സൈൻ മാഗ്നിറ്റ്യൂഡ് നൊട്ടേഷൻ ആൻഡ് 2's complement നൊട്ടേഷൻ? അപ്പോൾ ഇവിടെ എഴുതിയ ബൈനറി സീക്വൻസ് വെച്ച് നമുക്ക് ഓരോ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇതൊരു സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഏതാണ് ആ വാല്യൂ, 2's complement ആണെങ്കിൽ ഏത് റെപ്രസെന്റേഷൻ? ഇതൊരു സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് സൈനെയാണ്, അപ്പം -0ന് കറസ്പോണ്ടിങ് ആയിട്ട്. ഈ 2's complement റെപ്രസെന്റേഷൻ ആണെങ്കിൽ അറിയാം ഫസ്റ്റ് ഡിജിറ്റ് ഇതായതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇനി നമ്പർ ഏതാണെന്ന് അറിയാൻ നമ്മൾ ഇതിന്റെ 2's complement എടുക്കുക. ഇതിന്റെ 2's complement എടുക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 വരെ അതേപോലെ എഴുതാം. കാരണം ഫസ്റ്റ് 1 ഇത് തന്നെയാണ്. സോ 1 0 0 0 0 0 0 അല്ലെ. ഇതിനാണ് 2's complement റെപ്രസെന്റേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം 1 2 4 8 16 32 64 128 അല്ലെ. ഇത് -128ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2's complement റെപ്രസെന്റേഷൻ ആണ്. ഇനി അടുത്ത വാല്യൂ എടുക്കാം. ഈ പറയുന്ന സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്. സോ നമുക്ക് നെഗറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലായി. ഇത് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ, ഇത് 2's complement റെപ്രസെന്റേഷൻ. അപ്പോൾ ബാക്കിയുള്ള ഇത്രയും റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഈ പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് 64 ആണ് അല്ലെ. ഈ പറയുന്ന പൊസിഷൻ 64നെയാണ്, -64. ഈ 2's complement റെപ്രസെന്റേഷൻ ആണ് നമുക്ക് മനസ്സിലായി. ഇത് നെഗറ്റീവ് നമ്പർ ആണ്, സോ നെഗറ്റീവ് ഓക്കെ ആണ്. ഇനി ഇതിന്റെ 2's complement ഫോം എഴുതാം. 2's complement ഫോം എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 0 0 0 0 0 1 എഴുതി. ആദ്യത്തെ 1 എന്ന് പറയുന്നത് ഇവിടെ വരെ വരും, അടുത്ത് കോംപ്ലിമെന്റ് ചെയ്യാം. ഈ പറയുന്ന സാധനം എഴുതുമ്പോൾ കിട്ടുന്നത് -64. നോക്കിയേ, സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിലും 2's complement റെപ്രസെന്റേഷനിലും സെയിം നമ്പറാണ്. അടുത്ത നമ്പർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത നമ്പർ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് -96 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് -32 എന്നായിരിക്കും.
ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന -112 എന്നും ഇവിടെ -16 ആണ്. നമുക്ക് ഈ പാറ്റേണിൽ വരുന്ന നമ്പേഴ്സ് നമുക്ക് എപ്പോഴും അറിയാം സൈൻ മാഗ്നിറ്റ്യൂഡിലും ട്യൂസ് കോംപ്ലിമെന്റിലും സെയിം റെപ്രസെന്റേഷൻ ആണ്. ഇനി 4-bit ട്യൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. ദി നമ്പർ ഇസ്, നമുക്ക് ഫസ്റ്റ് 1 വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഇത് നെഗറ്റീവ് നമ്പർ ആണ്. ഇനി ഇതിന്റെ ട്യൂസ് കോംപ്ലിമെന്റ് എഴുതാം. ഇതിന്റെ ട്യൂസ് കോംപ്ലിമെന്റ് എഴുതുന്ന ഫസ്റ്റ് 1 വരെ അതേപോലെ നമ്മൾ എഴുതും, അത് കഴിഞ്ഞ് കോംപ്ലിമെന്റ്. ഇവിടെ വേറെ അത് കഴിഞ്ഞ് നമ്പർ ഒന്നും ഇല്ല. അപ്പൊ കിട്ടിയിരിക്കുന്നത് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ -8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് ഏകദേശം സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഫോമിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലെക്ചർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈനറി കോഡ്സ് നമുക്ക് പഠിക്കാം. BCD കോഡ്സ് ഉണ്ട്, XS3 കോഡ്സ്, ASCII കോഡ്, ഇങ്ങനെയുള്ള കോഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ലെക്ചർ ഒന്നുകൂടെ വാച്ച് ചെയ്യുക, പോസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രോബ്ലംസ് തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ